പുറത്തെനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? ഏകദേശം അറിയായിരുന്നു. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ 23 വർഷത്തിൽ എനിക്ക് ഏതൊക്കെ മനുഷ്യരുണ്ട് ഇവരൊക്കെ എനിക്കില്ല എന്നുള്ള ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നാണ് ഞാൻ ഈ സർവൈവ് ചെയ്ത് 100 ദിവസം ഞാൻ നിന്ന് പോകുന്നത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അച്ഛൻ വിളിച്ചിട്ട് സംസാരിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ടില്ല, അത് അച്ഛൻ്റെ ഇൻ്റർവ്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിളിച്ചിട്ട് സംസാരിക്കുകയും 2 ദിവസം ഗബ്രിയോട് അടുപ്പം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? ആ ഫോൺ കോളിൽ എന്താണ് സംസാരിച്ചത്? അത്താണ് സംസാരിക്കുന്നത്. ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണോ തമ്പുരാൻ അറിയാം. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാ. ഇപ്പൊ കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. നിശ്ചയം ഒന്നും കഴിഞ്ഞിട്ടില്ല, മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സാധനം പെണ്ണ് കാണലിന് വന്നിരുന്നു, നമ്മളൊരു വാക്ക് വന്നു. നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ളതിന്റെ ശേഷിയുണ്ടല്ലോ. സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. പിന്നെ നമ്മളത് പറഞ്ഞു വെച്ചിരുന്ന ഒരു പയ്യൻ ഇരിക്കെ തന്നെ നമുക്കൊരു ഷോയിൽ പോകുമ്പോൾ ഒരു പയ്യനോട് ഒരു ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അത് സമൂഹത്തിന്റെ കണ്ടല്ലേ. ഇപ്പം ഞാനായിരുന്നു ഒരു തേർഡ് പേഴ്സൺ, ഞാനൊരു വേറൊരു പെൺകുട്ടിയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ കാണുന്നെങ്കിൽ എൻ്റെ കണ്ണിലും ഉറപ്പായും ആ പെൺകുട്ടി തെറ്റുകാരി തന്നെയാണ്. പക്ഷെ ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ സിറ്റുവേഷൻസ് എന്നെ എനിക്കറിയില്ല, എൻ്റെ അവിടുത്തെ സാഹചര്യം എന്നെ ആ ഒരു ഇതിലോട്ട് കൊണ്ടെത്തിക്കായിരുന്നു. ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്നുള്ളതൊരു സത്യമായിപ്പോയി. അപ്പം ഇതിനൊക്കെ ഞാൻ തയ്യാറായിരുന്നു, അല്ലെങ്കിൽ എന്താണെങ്കിലും ഞാൻ അതിന് തയ്യാറായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മളിവർ വലിച്ചീറാൻ ഇട്ടു കൊടുത്തു എന്നുള്ളതാണ്. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പുറത്ത് കുറെ സൈബർ ബുള്ളിങ് പ്രതീക്ഷിച്ച ഒരാളാണ്. പക്ഷെ അതെന്റെ പ്രിയപ്പെട്ടവരെന്നെ ഇങ്ങനെ ചതിക്കും എന്നുള്ള രീതിയിലല്ല. നീ ചെയ്തത് ചതിയല്ലേന്ന് ചോദിക്കാൻ ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ചതിയല്ല, ഇത് ചതിയാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങി. പുള്ളി തന്നെ എൻ്റെയും പുള്ളിയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് എനിക്ക് ബിഗ് ബോസിൽ കൊണ്ടുപോവാൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കൊണ്ടുപോവാതിരുന്നതാണ്. എന്തിനാണെന്നാ പിന്നെ അത് ചെയ്തത്? എനിക്കൊന്നും ഇവരെ ചെയ്യണ്ട, ഒക്കെ കൊടുത്തോളൂ എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അത് സാരമില്ല, അത് കിട്ടും.